You got me singing. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ 3 കളർ വെച്ചിട്ട് ഒരു ഉടുപ്പാട്ട ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 3.5 mm ക്രോഷ്യോ ഹൂക്കും ആക്രിലിക് യാർഡ്സുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 59 ചെയിൻസ് ചെയ്തു. അതിൽ ഡബിൾ ക്രോഷ്യോ ചെയ്തെടുത്തതാട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു, സെക്കൻഡ് ഒരു ഡബിൾ ക്രോഷ്യോ, തേർഡ് 2 ഡബിൾ ക്രോഷ്യോ. അതായത് ആദ്യം 2 സിംഗിൾ ഡബിൾ ക്രോഷ്യോ ചെയ്യുക, പിന്നെ ഒരു ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ നോർമലി യോക്ക് പോലെ തന്നെ കേട്ടോ, കുറച്ച് മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഞാനിവിടെ യോക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയിൻസ് ഇട്ടു, ദെൻ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക, ദെൻ 2 ഡബിൾ ക്രോഷ്യോ, 1 ഡബിൾ ക്രോഷ്യോ, 1 ഡബിൾ ക്രോഷ്യോ, പിന്നെ അത് കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ആ റൗണ്ട് നമ്മളിത് അവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യോ, 1 ഡബിൾ ക്രോഷ്യോ, 1 ഡബിൾ ക്രോഷ്യോ, ദെൻ 2 ഡബിൾ ക്രോഷ്യോ, 3 സിംഗിൾ ഡബിൾ ക്രോഷ്യോ, ദെൻ ഒരു ഇൻക്രീസ്. അങ്ങനെയാട്ടോ ചെയ്യേണ്ടത്. നമുക്കത് നോക്കാം. ഈ 3 കോമ്പിനേഷനിൽ നമ്മളെ ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ പാറ്റേൺ ആണ്. നമുക്ക് യോക്ക് കഴിഞ്ഞാൽ പിന്നെ അധികം വലിയ ഇതൊന്നുള്ള പാറ്റേൺ അല്ല, സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ചേഞ്ചസ് ഒന്നുമില്ല. ഫസ്റ്റ് റൗണ്ട് എങ്ങനെയാണോ അത് തന്നെ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ എത്ര ലെങ്ത്ത് വേണം അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് നോക്കാം. ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൗണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡും ജോയിൻ്റ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഈ ഇതിൽ നിന്ന് തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി മേലെ നമുക്കൊരു ബട്ടൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കയറിട്ടിട്ടോ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഇതിൽ ഒരു കയർ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും ബട്ടണല്ലേ, ഇപ്പോഴും ചേഞ്ച് ആയിക്കോട്ടെ. ഇനി ഈ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ഡബിൾ ക്രോഷ്യോ, ദെൻ ഒരു ഇൻക്രീസ്. അങ്ങനെയാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം 4 സിംഗിൾ ഡബിൾ ക്രോഷ്യോ ചെയ്തു, ഇനി ഇൻക്രീസ് ചെയ്തു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വന്നാലോ. അങ്ങനെ നമ്മൾ ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിൻസിലും ഒരു ഡബിൾ ക്രോഷ്യോ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇൻക്രീസ് ചെയ്യുന്നില്ല കേട്ടോ. ഒറ്റ ഡബിൾ ക്രോഷ്യോ വീതം ചെയ്തെടുക്കുക. എല്ലാ സ്പേസിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ മാത്രം ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്ലീവ് മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം എത്ര ഡബിൾ ക്രോഷ്യേസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട്, ഞാനിവിടെ ഒരു 30 ഫ്രണ്ടും ബാക്കും എടുത്ത് ബാക്കി സ്ലീവ് മാർക്ക് ചെയ്തതാണ്. നിങ്ങളും അതുപോലെ നോക്കിയിട്ട് സ്ലീവ് മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ സ്ലീവൊക്കെ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്തു, സ്ലീവ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ സ്ലീവ് വരുന്നവരെ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക.
സ്ലീവിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു 2 ചെയിൻ ഇടുക. ദെൻ അടുത്ത സ്പേസിലേക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് നമ്മൾ 4 സൈഡും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സിനൊക്കെ എണ്ണം തെറ്റിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് കറക്റ്റ് എണ്ണി നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ആ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ആദ്യത്തെ സ്റ്റിച്ച് മാർക്കർ വരെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്താലോ? അങ്ങനെ നമ്മളത് ആ സ്റ്റിച്ച് മാർക്കറുള്ള സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ അവിടെ ഒരു ചെയിൻസ് ഇടാം. 1 2 2 ചെയിൻസ് ഇട്ടു. ദെൻ ആ നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കർ വരെയുള്ള സ്പേസ് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കറിൻ്റെ സ്പേസിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മളെന്തായി, സ്ലീവ് ജോയിൻ്റായി. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ അടുത്ത സ്ലീവും ചെയ്യേണ്ടത്. ഇനി ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ട് നമ്മൾ അടുത്ത പിന്നത്തെ സ്ലീവിൻ്റെ അടുത്ത ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക. ദെൻ അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മളിതാ ആ സ്ലീവൊക്കെ കറക്റ്റ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി ഒരു റൗണ്ട് കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ സ്ലീവിൻ്റെ അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. സ്ലീവിൽ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പോൾ 2 ചെയിൻസ് അല്ലേ നമ്മൾ ഇട്ടത്, അപ്പോൾ ടോട്ടൽ 4 ഡബിൾ ക്രോഷ്യ. ഫസ്റ്റത്തേൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡത്തേൽ 2 ഡബിൾ ക്രോഷ്യ ആയിട്ട് 4 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. അപ്പം നമ്മളത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവരെയുള്ള സ്പേസിലൊക്കെ നമ്മൾ ഡബിൾ ക്രോഷ്യ ഇട്ടു. ആ ചെയിൻ്റെ സ്പേസിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ വീണ്ടും ഒരു റൗണ്ട് കൂടെ ചെയ്യാം. ഒരു റൗണ്ട് കൂടെ അല്ല, ഈ വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബോട്ടം പാർട്ടും ചെയ്യുന്നത്. അപ്പം നമ്മൾ യോക്ക് പാർട്ട് ഇതവിടെ കംപ്ലീറ്റ് ആയി. ഇനി ബോട്ടം പാർട്ടാട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്പേസിൽ നമ്മൾ ആദ്യം ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ ചെയ്തെടുക്കുക. ബോട്ടം പാർട്ടാട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. നമ്മൾ ഓരോ ചെയിൻസിൽ ഓരോ ഷെൽ സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കുക. ഷെല്ലല്ല, വി സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു വി സ്റ്റിച്ച് ചെയ്യുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലൊരു ഡബിൾ ക്രോഷ്യ, ദെൻ വീണ്ടും നെക്സ്റ്റ് ഒരു വി, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റൗണ്ട് ഫുള്ള് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ഒരു ഷെൽ പിന്നെ ഒരു ഡി സി. അങ്ങനെ നമുക്ക് ആ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഫ്രണ്ട് പോസ് ആണ് ചെയ്യുന്നത്. ആ ഒരു ഡബിൾ ക്രോഷ്യ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ട് പോസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കി നമ്മളെ വി സ്റ്റിച്ചൊക്കെ നോർമൽ തന്നെ ആ ചെയിനിൻ്റെ സ്പേസിലേക്ക് കൊണ്ടുവരിക. അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ നമ്മളൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള എല്ലാ റൗണ്ട്സിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കളർ വൈറ്റിൽ ചെയ്തിട്ട് പിന്നെ ഗ്രീൻ അറ്റാച്ച് ചെയ്തു, ദെൻ മെറൂൺ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് നോക്കാം. നമ്മളിവിടെ ആ 3 ഡബിൾ ക്രോഷ്യ, ഇനിയിപ്പോൾ ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് കൂടെ എടുത്തിട്ട് അതിൻ്റെ മേലെ ചെയ്യുക. നമ്മൾ ചെയിൻസിലല്ല ചെയ്യുന്ന, ഡബിൾ ക്രോഷ്യൻ്റെ മേലെ. അതുകൊണ്ടാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ പറഞ്ഞത് ചെയ്യുക. അതിൻ്റെ മേലെയാണ് ചെയ്യുന്നത്.
രണ്ട് കൂടെ എടുത്തിട്ട് ചെയിൻസിൻ്റെ സ്പേസിലല്ല ചെയ്ത്. ഇനി നെക്സ്റ്റ് വീലും 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, വീണ്ടും അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. ഞാനിത് അവിടെ ഒരു 4 റൗണ്ട്സ് ആ വൈറ്റ് വെച്ചിട്ട് ചെയ്തു. കണ്ടോ, ഓരോ വി സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് പോസാണ്. ഇനി നമുക്ക് ഗ്രീൻ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് റൗണ്ട്സ് ഗ്രീനിൽ ചെയ്യാം. അതായത് 4 വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 4 റൗണ്ട്സ് ഗ്രീനിൽ ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒരു 4 റൗണ്ട്സ് മെറൂണിൽ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വൈറ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആ ലെങ്ത്തിൽ വെച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ വി സ്റ്റിച്ച് ആ ചെയിൻ സ്പേസിലേക്ക് ആ ഗ്രീൻ കളർ യാണ് കൊണ്ടുവരിക. അവിടെ ഒരു വി ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, ദെൻ ഫ്രണ്ട് പോസിൻ്റെ മേലെ ഫ്രണ്ട് പോസ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങളെ ആ കുട്ടീൻ്റെ ഏജിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നും വരാത്തതുകൊണ്ട് എത്ര ലെങ്ത്തിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു 0 to 6 months ഉള്ള കുട്ടികൾക്ക് വരെ ഇത് റെഡി ആയിരിക്കും. അതിന് കൂടെ വരും, മുന്നോട്ടുള്ള വയസ്സ് വരുമ്പോൾ നിങ്ങൾ അതിന് അനുസരിച്ച് ലെങ്ത്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഹാൻഡിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു പഫ് സ്റ്റിച്ചാണ്, ഒരു പോപ്കോൺ ഫ്ലവറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് അവിടെ ആ റെഡ് ജോയിൻറ്റ് ചെയ്യുക ഹാൻഡിൽ. ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ബട്ടൺ ചെയ്തിട്ടില്ല. ഒരു 2 കയർ വെച്ചിട്ട് അതിൻ്റെ വക്കത്തായിട്ട് ഒരു ഫ്ലവർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സ്ലിപ്പ് ഇട്ടിട്ട് അവിടെ ജോയിൻറ്റ് ചെയ്യുക, ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എല്ലാ ചെയിൻസിലും ഓരോരോ ചെയിൻസ് വീതം ചെയ്തെടുക്കുക. ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ചെയിൻസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഭാഗത്ത് ഒരു 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ കൂടെ എടുത്തിട്ടും ഒരു 4 സിംഗിൾ ക്രോഷ്യസ് അവിടെയും ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. നമ്മളത് ആ ഫ്രണ്ട് സ്ലീവ് വരെ ചെയ്തു. ഇനി ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ നമ്മൾ ആ 4 ഡബിൾ ക്രോഷ്യ ചെയ്തൊരു സ്പേസ് വരുമല്ലോ, കണ്ടോ, അതുമ്മലൊക്കെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ, ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മേലെയും ഓരോ സിംഗിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യുക. നമ്മൾ ആ വർക്കിന് കുറച്ചുകൂടെ ഭംഗി കിട്ടുള്ളൂ. ഹാഫായിട്ട് ചെയ്ത് വെച്ചൊരു ഡ്രസ്സുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മേലെയും കൂടെ ചെയ്തെടുത്തത്. നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ ആ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 ചെയിൻസ് ഇടുക. സെയിം സ്പേസിൽ തന്നെ നമ്മളൊരു ഹാഫ് HDC ചെയ്യുക, വീണ്ടും ഒരു ഹാഫ് HDC ടോട്ടൽ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അടുത്ത സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിൽ ഒരു പോപ്കോൺ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ വരുന്ന എല്ലാ ലൂപ്പ് കൂടി നമ്മൾ നൂലെടുക്കുക, ഒരു ചെയിൻ ഇടുക. അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചെയിൻസിലും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു പാറ്റേൺ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പം
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പാറ്റേണായിട്ട് മറ്റൊരു ദിവസം